ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്ന ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു 4 ആഴ്ചത്തോളം കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഇതെടുത്ത് പുറത്തിറങ്ങണം, കാരണം ഇന്ന് ഗാരേജുകാർക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കൊരു മാരുതി സെന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. കോൾഡ് സ്റ്റാർട്ടാണ്, കുറച്ചാളായി കിടക്കുന്നത്. ലോക്ക്ഡൗൺ ആയിട്ട് കിടക്കുന്നതല്ല, അത് കൂടുതലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതും പോയി നോക്കണം. അങ്ങനത്തെ പരിപാടിയാണ് നമ്മൾ കടിക്ക് വിടാം. നമ്മളെപ്പോൾ പുറത്തിറങ്ങിയാലും അതിൻ്റെ കാരണം തെളിയിക്കുന്ന പേപ്പർ നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. അത് നമ്മളുടെ സെന്ന് ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വണ്ടി കേട്ടോ. നമുക്കതിന് സെൽഫും കാര്യങ്ങളും അടിച്ച് വെക്കാം. സ്റ്റാർട്ടാവണില്ല. അപ്പോൾ സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ നമ്മൾ സെൽഫ് അടിച്ചുകൊണ്ടിരിക്കരുത്, കാരണം ചാർജിങ് കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മളതിൻ്റെ കംപ്ലൈൻ്റ് ആയി നമ്മൾക്ക് കണ്ടെത്തണം. അത് ആ പരിപാടിക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം കണ്ടെത്തേണ്ട കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് പ്ലഗിൽ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പെട്രോൾ സെക്ഷൻ ചെക്ക് ചെയ്യാം. കാരണം പെട്രോളിൻ്റെ ഇത് കഴിച്ചിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്, പെട്രോൾ വരുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് പ്ലഗ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഇതിങ്ങനെ ഊരാം. ഡിതു മോയിച്ച സൾഫ് അടിച്ചേ. അതിനുശേഷം നമ്മൾ ഇത് ഇത്രയും ഗ്യാപ്പിൽ പിടിക്കണം, കാരണം ഷോക്ക് നമ്മൾക്ക് കിട്ടും. സൾഫ് അടിച്ചേ എന്നല്ലേ. ഓക്കെ, പ്ലഗ് കറണ്ട് ഒക്കെയാണ്. ഓഫ് ചെയ്തോ? റീകണക്ട് ചെയ്യാം. ഓക്കെ, റീകണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കാർബറേറ്ററാണ്. കാർബറേറ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പമ്പ് വരുന്നത്. അതായത് നമ്മൾ ഇതിലേക്ക് ടോർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ആക്സിലേറ്റർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത് അയച്ചു നോക്കാം. പെട്രോൾ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ നോർമൽ പെട്രോളിൻ്റെ ഒരു അംശം കാണുന്നുള്ളൂ, പക്ഷേ അത് ഇതാവണില്ല കേട്ടോ. അതവിടെ കാണിക്കാം. എന്താ പെട്രോൾ പമ്പാവുള്ളേ. അതിന് കാരണം നമ്മളിതിൻ്റെ ബാക്കിലാണ് ഡയഫ്രം വരുന്നത്. ഇതിന് ഡയഫ്രം ഉണ്ടോ? അപ്പോൾ ഇവിടെ റേസ് ചെയ്യുമ്പോൾ ഈ ഡയഫ്രം മൂവ്മെൻറ്റ് ആവണില്ല കറക്റ്റ്. ബാക്കിൽ കാണാണ്ട് നിൽക്കുന്ന കോപ്പറിൽ ഇതിന് ഡയഫ്രം ഇത് മൂവ്മെൻറ്റ് ആവുള്ളൂ. റേസ് ചെയ്യണം, ആക്സിലേറ്റർ കൊടുക്കുകയാണ്, പക്ഷെ മൂവ്മെൻറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡയഫ്രത്തെ കൈ കൊണ്ട് മൂവ്മെൻറ്റ് ചെയ്യിക്കണം. എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ വണ്ടി ഇത്ര നാൾ കിടന്ന കാരണം ഇതിൻ്റെ ഡയഫ്രം കുറച്ചൊന്ന് ടൈറ്റായി ഇരുന്ന് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഡയഫ്രം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം നമ്മൾക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം. ഇത് കൈ കൊണ്ട് മൂവ് ചെയ്ത് അതിൻ്റെ ടൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം ആദ്യം. കാർബറേറ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഡയഫ്രം വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പെട്രോളിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഇന്നർ സൈഡ് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾക്ക് റൈസ് പെട്രോൾ വന്നു. ഉള്ളിലേക്ക് അടിക്കുക ടോർച്ച് ഉണ്ടോ? ആയിക്കോട്ടെ. ഓക്കെ, എന്നുള്ള പെട്രോൾ തന്നെയുണ്ട്. ഞാൻ ഇവിടെ വെച്ച് ടോർച്ച് നോക്കിക്കോ. ഉണ്ടോ പെട്രോൾ തന്നെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ പെട്രോൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ ആയിരുന്നു കംപ്ലയിൻറ്റ്. ഞാൻ അടിച്ചാൽ ഏകദേശം 90% വണ്ടി സ്റ്റാർട്ടാവണം. കാരണം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവണം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പോയിന്റിൽ നിന്ന് കംപ്ലയിൻറ്റ് വന്നാലും സ്റ്റാർട്ടാവേണ്ടിയിരിക്കും. ഓക്കെ, പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്ത് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂട്ടറാണ്.
അപ്പോൾ ഇതിനെ ടച്ചിങ് എന്തെങ്കിലും പോയിൻ്റ് കാര്യങ്ങൾ വന്നാൽ സ്റ്റാർട്ട് ആവാണ്ടിരിക്കും. അതുപോലെ പ്ലഗിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ സ്റ്റാർട്ട് ആവാണ്ടിരിക്കും. അതൊന്നും ഉണ്ടാകാൻ വഴിയില്ല. നമുക്ക് എന്തായാലും പെട്രോളിൻ്റെ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെൽഫ് അടിച്ച് നോക്കാം കേട്ടോ. പ്ലഗിൻ്റെ എല്ലാ വയറുകളും ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. സെൽഫ് അടിക്കാം. സെൽഫ് അടിച്ചേ. ഓക്കെ, ഞാൻ ഇഞ്ചക്ഷൻ കാണിച്ചു തരാം. ഇതിനെ കണ്ടാ തരാം. ഞാൻ പിടിച്ചേ ടോർച്ചിന് പിടിച്ചു ഉള്ളിലേക്ക് മച്ചാൻ സ്റ്റാർട്ട് ചെയ്തേ. ആജോ ഓക്കെ. അപ്പോൾ നമ്മളുടെ വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ടെല്ലാം കണ്ടിരിക്കും. അതിൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അതായത് നമ്മളുടെ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് അല്ലായിരുന്നത്, നമ്മളെ പെട്രോൾ വരാത്ത കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ കാർബറേറ്റർ ഉള്ള വണ്ടികൾക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് പ്ലഗിൽ നിന്ന് കറണ്ട് എഞ്ചിനിലേക്ക് വരണുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം പെട്രോളിൻ്റെ സെക്ഷൻ ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും മെയിനായിട്ട് വരാനുള്ളൂ. പിന്നെ ടൈമിങ് കാര്യങ്ങളൊക്കെ തെറ്റാണ്ട്, അതായത് ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ടൈമിങ് കാര്യങ്ങളെല്ലാം തെറ്റ് വരും. അല്ലാണ്ട് ഒന്നും ടൈമിങ്ങിൽ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരാൻ വഴിയില്ല. ഓക്കെ. പിന്നെ 800 മാരുള്ള വണ്ടികൾക്കൊക്കെ പോയിൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ വന്ന കംപ്ലയിൻറ്റ് നമ്മുടെ കാർബറേറ്ററിൻ്റെ ബാക്കിൽ വരുന്ന പ്ലഞ്ചർ, അതായത് നമ്മുടെ എൻജിൻ സിലിണ്ടറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യണ പമ്പിങ് ചെയ്ത് കൊടുക്കുന്ന പമ്പ്, അതായത് നോർമൽ പമ്പ് എന്നൊക്കെ പറയാം. പ്ലഞ്ചർ പമ്പ് എന്ന് പറയുന്നത് ഡയഫ്രം വെച്ചിട്ടാണ് ഇത് പമ്പ് ചെയ്യണത്. ആ പമ്പ് ചെയ്യണതിൻ്റെ ആ ഒരു വാൽവ് കറക്റ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അതായത് അത് എനിക്ക് കൊടുത്തപ്പോൾ അതും ശരിയാവുകയും ചെയ്തു കേട്ടോ. ഇതാണ് സാധനം. അതന്നെ അതെ വർക്ക് ചെയ്യാനുണ്ട്. ഇത് വർക്കിങ് ഇങ്ങനെ എനിക്ക് കൊടുത്തപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായിട്ടോ. അപ്പോൾ അത് അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് നോർമലാണ്. പിന്നെ ഇത്ര നാൾ സ്റ്റാർട്ടാവാത്തതിൻ്റെ ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. അത് ആ ഫയറിങ്ങൊക്കെ ഒന്നും ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ പ്ലഗൊക്കെ പഴയ പ്ലഗാണ് ഇതിൽ കിടക്കുന്നതൊക്കെ, വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ല. അത് ക്ലിയർ ആയിക്കോളും ഓട്ടോമാറ്റിക്. അതായത് ഒന്ന് വർക്ക് ചെയ്ത് ക്ലിയർ ആവാണ്ട് ഓഫായി. ഇത് ബാക്ക് സൈഡിൽ ആണ് ആക്സിഡൻ്റ് കണക്ഷൻ പറഞ്ഞത് കേട്ടോ. മിസ്സിങ്ങൊക്കെ മാറി വരുന്നുണ്ട്. ഒന്ന് ഓടിയിട്ടുണ്ട്, വണ്ടി ക്ലിയർ ആവുന്നുള്ളൂ. അത് കാണിക്കണില്ല. സ്മൂത്ത് എൻജിനാണ്, സ്മോക്കിങ് കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു എൻജിനാണ് കേട്ടോ. നമ്മൾ തന്നെ പണിത എൻജിനാണ്. അത് സ്മോക്ക് കാര്യങ്ങളൊന്നുമില്ല. റേഡിയേറ്ററിൽ വെള്ളമാണ് ചെക്ക് ചെയ്തത്. നമ്മളിപ്പോൾ ചൂടില്ലാത്ത സമയം ആയതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ചൂടായ സമയത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യരുത് റേഡിയേറ്റർ. വെള്ളമൊക്കെ ഉണ്ട്, വെള്ളം ചൂടായി തുടങ്ങി. ചെറിയൊരു മിസ്സിങ്, അത് ഇത്ര നാൾ സ്റ്റാർട്ടാവാത്തതിൻ്റെ ഇടം മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് KUVയുടെ ജസ്റ്റ് ഒരു റിവ്യൂ നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ഈ വണ്ടി KUV ഏകദേശം 3 വർഷത്തോളമായിട്ടുണ്ട്. മൈലേജ് 16 മൈലേജ് ഒക്കെയാണ് കിട്ടണത്. അവിടെ ഇപ്പോൾ ഓണേഴ്സ് റിവ്യൂ പറയുകയാണെങ്കിൽ 16 മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോൾ വണ്ടിയാണ്. പിന്നെ വലിയ മെയിൻ്റനൻസ് ഇല്ല. ഇപ്പോൾ 3 വർഷമായിട്ട് വലിയ മേജർ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ KUV ഏകദേശം 3 വർഷത്തോളം നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ
എൻ്റെ മാമ യൂസ് ചെയ്യുന്ന വണ്ടി, അതായത് ലേഡീസ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ 16 മൈലേജൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. നോക്കണമെങ്കിൽ ഒരു HUV ടൈപ്പ് വണ്ടി, പക്ഷേ ഉള്ളിലേക്ക് കയറണമെങ്കിൽ സാധാരണ കാറിൻ്റെ സ്പേസ് തന്നെ ഉള്ളൂ കേട്ടോ. വാഗനർ മാതിരിയുള്ള വണ്ടികളുടെ സ്പേസാണ് അകത്തുള്ളത്. ഓക്കെ, പിന്നെ നമ്മളുടെ ഗിയറൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ താഴ്ത്താണ് വരുന്നത്. പിന്നെ അകത്ത് കയറി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ്ട് HUV ഓടിക്കുന്ന ഫീലാണ് നമുക്കുള്ളത്. കാരണം വലിയ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ ഹാൻഡിൽ ഇവിടെയാണ് വരുന്നത്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ഉണ്ട്. സാധാരണ ഒരു വാഗനർ ഒക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ലെഗ് സ്പേസ്. ഫ്രണ്ടിൽ വരുമ്പോൾ ഡാഷ്ബോർഡിൻ്റെ വലിപ്പം ഇത്തിരി വലുതാണ്. പിന്നെ നമ്മൾക്ക് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസ് ഏരിയ കൂടുതലുണ്ട്. അതായത് ഇവിടെ ഹാൻഡ് ബാഗിൻ്റെ ആ ഒരു ഇത് വരാത്ത തന്നെ ഏരിയയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് കേട്ടോ. മെയിൻ്റനൻസ് നമ്മൾക്കിപ്പോൾ 3 വർഷമായിട്ട് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ കയറി കിടന്ന കാരണം നിറച്ചഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെൻറ്റും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ കാരണം പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോകണം. അപ്പോൾ ഈ വണ്ടികളൊന്ന് ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര നാൾ ഓഫായല്ലേ കിടക്കണം. അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ ഓഫായി കിടക്കണമെങ്കിൽ, അതായത് ഒരു മാസത്തോളമൊക്കെ എടുക്കാണ്ട് കിടക്കണമെങ്കിൽ ആ വണ്ടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെങ്കിലും ഒന്ന് അങ്ങനെ നനക്കണം, നല്ലതാണ്. ബ്രേക്ക് ജാമാവാനും ടയർ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാനൊക്കെ ഉള്ള നല്ലൊരു കാര്യമാണ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തിരിച്ച് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരേണ്ടതാണ്. എല്ലാവർക്കും ബൈ.